ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബസ്മതി റൈസാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ റൈസ് എടുക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള റൈസ് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാലപ്പൊടി തയ്യാറാക്കി എടുക്കണം. ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു അര ടീസ്പൂണ് വലിയ ജീരകം, ഒരു ടീസ്പൂണ് കുരുമുളക്, 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 പീസ് കറുവാപ്പട്ട, 2 ഉണക്കമുളക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 3 നീളത്തിൽ അരിഞ്ഞ ഉള്ളി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാനിവിടെ എടുത്തത്. നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതേ ഓയിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ നമുക്ക് പാനിൽ വെച്ചിട്ട് ബാക്കി ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് പച്ചക്കറി എടുക്കണം. നമ്മൾ ഒരു 12 ബീൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് കോളിഫ്ലവർ ഉണ്ടാവും, ഒരു 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്തത്, 2 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, 1 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളി പകുതി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ നമ്മൾ അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ നമ്മൾ മാറ്റി വെച്ച പച്ചക്കറികൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു അരമണിക്കൂറെങ്കിലും ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ഈ മസാല ചേർക്കുമ്പോൾ. വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചധികം വെള്ളം വെച്ചിട്ട് നമ്മൾ റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2.5 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ചോറായിട്ടുണ്ട്, ഏകദേശം 90% ഇത് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ കോരി മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്, ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ അരിച്ചെടുക്കണം. വെള്ളം ഊറ്റി നമുക്ക് റൈസ് മാറ്റി വെക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം ഈ സമയത്ത്. ഇനി നമ്മൾ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കണം. നമ്മളതിന് ഊറ്റി മാറ്റി വെച്ച റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ആ എടുത്തു വെച്ച വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് റൈസ് വേവിക്കുമ്പോൾ, അതും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ബാക്കി ഉള്ളിയും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അച്ചാറും കുക്കുംബർ റൈത്തയോ അല്ലെങ്കിൽ ഓണിയൻ സാലഡ് എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ടും നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക് യു.